കറണ്ട് ബില്ലേ മനുഷ്യർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ചിലപ്പോ അവരങ്ങനെ കൂട്ടും ബെല്ലും ബ്രേക്കും ഇല്ലാതെ. എന്റെ സുഹൃത്തെ, ഞാനാ ഇലക്ട്രിക് ബില്ല് മനഃപൂർവ്വം തന്നെ അങ്ങ് കട്ട് ചെയ്തു. അല്ലേലും ഈ ഇലക്ട്രിസിറ്റിക്കാര് എന്നാണ് നമുക്കൊക്കെ കുറഞ്ഞ ബില്ല് തന്നിരിക്കുന്നത്? അപ്പൊ പിന്നെ ഞാൻ അവന്മാർക്ക് വെറുതെ പണം കൊടുക്കുമോ? അല്ല, ഈ കറണ്ട് ബില്ല് മാത്രമല്ലല്ലോ, വെള്ളത്തിന്റെ ബില്ലും ഇവന്മാര് കൂട്ടിക്കൊണ്ടിരിക്കല്ലേ. വെള്ളം വെള്ളം, അവസാനമായിട്ട് ഈ മഴ എന്നാ വരാൻ പോകുന്നേ? എത്ര കാലം ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റും? ഒരുപക്ഷെ ഇനി നമ്മുടെ ക്ഷണം കാത്തിരിക്കുകയാണോ? മഴമുകിൽ രാഗം ഒന്ന് പാടി നോക്കാം. അങ്ങനെ പാടി പാടി ഞാൻ ആ മഴയെ ഇങ്ങോട്ട് എത്തിക്കാം. ആ കണ്ടില്ലേ ഇടിവെട്ടുന്നത്? നിങ്ങൾ ആ രാഗം പാടിയതും മാനത്ത് ഇടിവെട്ടാൻ തുടങ്ങി. ദേ മഴയും പെയ്യുന്നു, നോക്കൂ. പിന്നെന്താ, ഞാൻ വല്ല സാധാരണ കലാകാരനാന്ന് കരുതിയോ? പക്ഷെ നിങ്ങൾ ആരും എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ, അതാണ് എന്റെ വിഷമം. ഇരുന്നോളൂ, ഞാൻ വീണ്ടും തുടങ്ങാം. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ നിങ്ങളുടെ പാടല്ലേ, നിങ്ങളുടെ പാട്ട് കൊണ്ടല്ലേ ഇപ്പൊ ഇടിവെട്ട് മഴയും വന്നത്. ഇനിയും പാടാൻ തുടങ്ങിയ പ്രളയം തന്നെ ഉണ്ടാകും. നിങ്ങൾ വന്ന് ചൂട് പരിപ്പുവടയും ചായയും കഴിക്കും. ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയതേ ഉള്ളൂ. അത് കഴിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് സന്തോഷമായിരുന്ന് നിങ്ങളുടെ പാട്ടൊക്കെ ആസ്വദിക്കാം. ഭീംസിംഗ്, എന്നെ ഞാൻ കയറിൽ കെട്ടിയിട്ട് വീണ്ടും ഞാൻ പാട്ട് കേൾപ്പിക്കും. കുറച്ചു ദിവസം മുൻപ് വരെ ഡാമിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വറ്റിപ്പോയല്ലോ. അതാണ് മനസ്സിലാവാത്തത്. വരൂ, നമുക്ക് ഡാമിലേക്ക് പോയി നോക്കാം. എന്തെങ്കിലും കാരണം കാണും. എന്തൊക്കെ കാരണമായാലും ശരി, അതിനെല്ലാത്തിനും ഒരു പോംവഴി അവസാനം ഞാൻ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു വരൾച്ചയുണ്ടായി. അപ്പൊ ഞാനും എന്റെ മുത്തശ്ശനും കൂടി അല്ല, അവിടെ നിൽക്ക്, ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. ഹലോ സർ, ഞങ്ങൾ ആ നദിയുടെ അടുത്തേക്ക് പോവാണ് ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി. നദിയുടെ വെള്ളം എങ്ങനെ പെട്ടെന്ന് പറ്റിയെന്ന് അറിയാൻ. ഈ പ്രാവശ്യം മഴ പെയ്തു, എന്നിട്ട് പോലും എന്തായിരിക്കും കാരണം? ഓക്കെ, ശരി, എന്നാ ഞാനും വരാ ശിവ. കൊറേ ദിവസമായി ഞാനിത് ആലോചിച്ചോണ്ടിരിക്കുന്നു. നമ്മൾ രണ്ടുപേരും ഒരേപോലെയാണ് ആലോചിക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും നല്ല ബുദ്ധിയുണ്ടേ. ഞാൻ ആലോചിക്കായിരുന്നു, ഈ വർഷം നമുക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ടേ. നദിയിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഈ വെള്ളമൊക്കെ എങ്ങോട്ടാ പോയത്? ഞാനാകെ തളർന്നു പോയി. വരുന്നേ, നമുക്ക് എവിടെങ്കിലും ഇരുന്ന് കുറച്ച് ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാം. യെസ് 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 യെസ്, ഗുഡ് ഐഡിയ. തൽക്കാലം നിങ്ങൾ എന്തെങ്കിലും കഴിക്ക്. വന്നേ. ഈ നദി ഇതുവരെ വറ്റിട്ടില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വല്ലാത്ത അതിശയം തോന്നല്ലോ. അതാണ് നമ്മൾ ചെന്ന് കണ്ടുപിടിക്കേണ്ടത്. രേവാ, എന്ത് പറ്റി പേടാറാ? ഞാൻ നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ? എന്തോന്നത്? താഴെ താഴെ എന്താണുള്ളത്? താഴെ പുല്ലിന്റെ തറയുണ്ട്, മുകളിൽ ഞാനും ഉണ്ട്. വേറെന്താണുള്ളത്? പുൽത്തറയുടെ മുകളിൽ ഒരു സാധനം ഇരിപ്പുണ്ട്. സാറൊന്ന് താഴേക്ക് വേഗം നോക്കിയേ. താഴെപ്പ എന്താണ് നോക്കാനുള്ളത് പേടാറാം? താഴെ പാറ ഉണ്ട്, നല്ല ഒന്നാന്തരം പാറ, സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ പാറയുടെ മുകളിൽ രോമമാണ്. കരടിയുടെ രോമാണല്ലോ. രക്ഷിക്കണേ, ആരെയും നിന്ന് രക്ഷിക്കണേ. ഒരു കരടി എന്റെ പുറകെ ഇങ്ങനെ ഓടി വന്നോണ്ടിരിക്കണ്ടേ. രക്ഷിക്കണേ, ആരെയും നിന്ന് രക്ഷിക്കണേ. സുഖാണോ?
എന്താ അത് കണ്ടോ സർ, നദിയുടെ ഡയറക്ഷൻ തന്നെ അവർ ചേഞ്ച് ചെയ്തു. ഓ, അതുകൊണ്ടാണ് വെള്ളം പറ്റിയത്. അല്ല, ഈ നദിയിലെ വെള്ളം പൈപ്പ് വഴി എങ്ങോട്ടാണോ പോകുന്നത്? ഇത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. SG ഇലക്ട്രിസിറ്റി, ഇവര് നമ്മുടെ നദിയിൽ നിന്ന് വെള്ളം മോഷ്ടിച്ചെടുത്ത് അതിന്ന് കറണ്ട് ഉണ്ടാക്കി പിന്നെ അത് തന്നെ നമുക്ക് വിൽക്കുകയാണ്. അതെ ശിവ, ഇതിപ്പോ നമ്മുടെ സ്വന്തം തെങ്ങിലെ തേങ്ങ എടുത്ത് നമ്മുടെ തലയ്ക്ക് നമ്മൾ തന്നെ സ്വയം അടിച്ചതുപോലെ ഉണ്ടല്ലോ, അല്ലേ ശിവ? ഇപ്പൊ തന്നെ പോയി എല്ലാറ്റിനെയും അറസ്റ്റ് ചെയ്യാൻ പോവാണ് ശിവ. ആ, ഈ ലഡ്ഡു സിംഗ് ഇവിടെ ഉള്ളപ്പോ ഒന്നും ആലോചിക്കരുത്, ഒന്നിനെ കുറിച്ച് പേടിക്കുവരുത്. ഞാൻ ഇപ്പൊ തന്നെ ഈ ഫെൻസിങ് പൊട്ടിക്കാൻ പോവാണ്, കണ്ടോ? ഇത് കറണ്ട് അടിച്ചതൊന്നും അല്ല രേമ. ലഡു സിംഗ് സാറേ, നിങ്ങളെ ഉറുമ്പ് കടിച്ചോണ്ടിരിക്കാണ്. ഇതുങ്ങൾക്ക് കേറാൻ വേറെ ഒരു സ്ഥലം കിട്ടിയില്ലേ? ആദ്യം കരടി, പിന്നെതാ ഈ ഉറുമ്പുകൾ പിന്നെ ശല്യം ചെയ്തോണ്ടിരിക്കയാണ്. ഞാനിപ്പോ എന്താ ചെയ്യാ? ജോഡി, നിങ്ങൾ എന്തിനാ ഒച്ച വെച്ചത്? ഞങ്ങൾക്ക് തോന്നിയത് ലഡു സിംഗ് സാറിന് ഇതിൽ നിന്ന് കറണ്ട് ശരിക്കും അടിച്ചുതാ. അപ്പൊ ഞങ്ങൾ ഇവിടെ കമ്പി പിടിച്ചോണ്ടിരിക്കല്ലേ, അപ്പൊ ഞങ്ങൾക്കും കറണ്ട് അടിച്ചു ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു. അപ്പൊ നിങ്ങള് കറണ്ട് അടിക്കാതെ തന്നെ കറണ്ട് അടിച്ചു എന്ന് ഒച്ച ഉണ്ടാക്കിയല്ലേ? നിങ്ങൾ രണ്ടുപേരുടെ കാര്യമുണ്ടല്ലോ ഭയങ്കര പ്രശ്നം തന്നെയാ. അപ്പൊ ഇതിനകത്ത് ശരിക്കും കറണ്ട് ഉണ്ടല്ലേ? നമ്മൾ ഞങ്ങളുടെ അപ്പുറത്തേക്ക് പോകും. യെസ്, കറണ്ട് ഫെൻസ് വരെ ഉള്ളൂ. ഇവിടെ മുഴുവൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കറണ്ട് അടിച്ചേനെ. നമുക്ക് ഈ കമ്പിയുടെ അടിയിൽ കൂടി അകത്തേക്ക് പോവാം. കണ്ടിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം അവരെ കൊണ്ട് നമുക്ക് പ്രശ്നം ഇല്ലെന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം ബിൽഡിങ്ങിനകത്ത് എല്ലാ കാര്യങ്ങളും ലീഗലായിട്ട് തന്നെ നടക്കുന്നത്. എന്തായാലും അകത്തേക്ക് പോയാലേ കാര്യം മനസ്സിലാവൂ. എക്സ്ക്യൂസ് മീ. ഓ, ഇത് കൊള്ളൂല, ഇതും കൊള്ളൂല. ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതും ശരിയായില്ലല്ലോ. എന്താ ഒന്നും ശരിയാവാത്ത? താനൊരു കള്ളനാണ്. ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി മോഷ്ടിച്ച് താൻ ഞങ്ങൾക്ക് വെള്ളം തരാണല്ലേ? യു ആർ അണ്ടർ അറസ്റ്റ്. ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ആരുടെ ഭാഗത്താ പറഞ്ഞേ? ഹീറോയുടെയോ അതോ വില്ലന്റെയോ? ഞങ്ങൾ ഹീറോയാ, അതുകൊണ്ടാ വില്ലനെ പിടിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണോ? എന്നാ പൊളിക്കാം. എന്റെ പേര് താംചാംന. ഓഹോ, ഞാനേ ഒരു വില്ലനാ. എനിക്കിതുവരെ ഒരു മുദ്രാവാക്യം കിട്ടിയിട്ടില്ലെന്നേ. വില്ലനാകുമ്പോ ഒരു അറിയപ്പെടുന്ന പേരൊക്കെ വേണ്ടേ? എന്തേ? അത് ശരി, ഞാൻ എന്തിനാ നിങ്ങൾക്ക് തലേനും
എന്തിനാ ഇങ്ങനെ തെറ്റ് പറയുന്നേ? അറിയപ്പെടുന്ന ഒരു പേര് ചോദിച്ചപ്പോ അതിനെങ്ങനെ കിടന്ന് വിറയ്ക്കുന്നെന്തിനാ? മര്യാദക്ക് അവിടെ കുത്തിയിരിക്കേ. അപ്പൊ പിന്നെ കരണ്ടും അടിക്കൂലല്ലോ. നിന്ന് കഴിഞ്ഞാ മോനെ മിന്നലടിക്കും. എത്രയും പെട്ടെന്ന് എനിക്ക് നല്ലൊരു വാചകത്തിന്റെ തലക്കെട്ട് പറഞ്ഞേ. സാറേ കിട്ടിപ്പോയി, അങ്ങോട്ട് കൊണ്ടുവരണോ? കൊക്കോ വരൂ, ചുവട് വച്ച് വരൂ വരൂ, എന്നിട്ട് തരൂ. കറണ്ട് അടിക്കില്ല കേട്ടോ. കൊക്കരക്കോ ഇത് നല്ലോണം കലക്കി കലക്കി. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇത് വല്ലാത്ത അസംബന്ധമാണ്. ഇത് കേൾക്കുമ്പോ സ്കൂളിലെ പിള്ളേര് നഴ്സറി റൈംസ് പറയുന്ന പോലെയുണ്ട്. ആണോ? കൊണ്ടുപോണ നിങ്ങൾ ആള് കൊള്ളാലോ. ഞങ്ങളുടെ നദിയിൽ നിന്ന് വെള്ളം മോഷ്ടിച്ചെടുത്ത് കറണ്ട് ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നെ. കൊക്കരക്കോ നിക്കൂ നിക്കൂ. ഇത് കേൾക്കാനുള്ള സമയം ഒട്ടുമില്ല. ഇരുന്നോളൂ കൊക്കരക്കോ. എണീറ്റാ കോഞ്ഞാട്ടയാവും. എനിക്കിപ്പോ അർജന്റായിട്ട് ഒരു തലക്കെട്ട് വേണം. എന്നാ ശരി അങ്കിൾ, ഞാൻ പറഞ്ഞു തരാം. ആഹാ, എന്നാ വേഗം എന്താന്ന് വെച്ചാ പറയേ. ഞാൻ എഴുന്നേറ്റ് നിന്നാ കറണ്ട് അടിക്കില്ലല്ലോ. കറണ്ട് അടിക്കില്ലെന്ന് പേടിക്കണ എന്റെ കുട്ടി കൊക്കരക്കോ. കെട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ഞങ്ങളുടെ ചേഴ്സിന്റെ സ്വിച്ചും ഓഫ് ചെയ്തേക്കൂ. ഓടി വന്ന് ഇവരെ പിടിക്കണേ കൊക്കരക്കോ. മര്യാദക്ക് തലക്കെട്ട് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കറണ്ട് അടിച്ച് കയറ്റും. ഞാൻ പറഞ്ഞോളാം. ഈ വില്ലൻ ഒരു കാശിനും കൊള്ളില്ല. പേരാണെങ്കിലോ സർജുദ. ഈ വില്ലൻ ഒരു കാശിനും കൊള്ളില്ല. പേരാണെങ്കിൽ സർജുദാന്നും. എന്താ എന്നെയാണോ ഒരു കാശിനും കൊള്ളൂല എന്ന് പറഞ്ഞത് കൊക്കരക്കോ? എന്നെ വെട്ടിയാക്കിയേ. പേടാറാം, ഇതെന്താ എനിക്ക് പകലും നക്ഷത്രം കാണാൻ സാധിക്കുന്നുണ്ടല്ലോ? സാറേ, ഇങ്ങനത്തെ പരിക്ക് പറ്റുമ്പോഴേ നക്ഷത്രങ്ങളൊക്കെ കാണുന്നത് പതിവാണ്. അതിശയിക്കാനില്ല.
പറയൂ പറയൂ കുട്ടികളെ പറയൂ. ഒരു തലക്കെട്ട് വേഗം പറയൂ, അല്ലെങ്കിൽ ഞാൻ കറണ്ട് അടുപ്പിക്കും. കൊക്കരക്കോ. ഒന്ന് കേക്കോ, ചെരുപ്പും അല്ല ഞാൻ ഷൂവും അല്ല, പക്ഷെ എന്റെ പേര് ഇതിലില്ല. ഞാൻ ചെരുപ്പുമല്ല ഷൂസുമല്ല, പക്ഷെ എന്റെ പേരോ ഇതിലുണ്ട്. അടിപൊളിയാണല്ലോ. ചെരുപ്പുമല്ല ഷൂസും അല്ല, എന്റെ പേര് സർജുദ എന്നാണ്. സാറ് വേണ്ട, ഇവന്മാരെ ഞാൻ തല്ലിക്കോളാം. പേടാറാം, ഇതെന്താ ഈ പക്ഷികള് സംസാരിക്കുന്നത്? എന്റെ സാറേ, ചില സമയത്ത് ആഴത്തിൽ പരിക്ക് പറ്റുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പേടാറാം, എന്നെ വെറുതെ കൺഫ്യൂസ് ചെയ്യരുത്. ചിലപ്പോ പറയുന്നു നക്ഷത്രങ്ങൾ കാണൂന്ന്, ചിലപ്പോ പറയുന്നു പക്ഷികൾ സംസാരിക്കുന്ന്. നീ ഒരു തവണ ഒന്ന് തെളിച്ച് പറയേ, നീ എന്തായി പറയാ ഉദ്ദേശിക്കുന്നത്? ഏയ്? വേഗം മുകളിലേക്ക് വന്നേ, വേഗം വരാൻ. താഴേക്ക് ചാടിക്കോ, താഴേക്ക് ചാടിക്കോ. എന്റെ സാറേ, ഇനി ഉയരത്തിൽ ചാടാൻ നോക്ക്, പെട്ടെന്ന് വന്നേ. ഞാനിപ്പോ കയറി പിടിക്കാൻ പോണ്. പിടിച്ചു, ഞാൻ കയറി പിടിച്ചു. ഞാൻ ഇങ്ങനെ മോളിലേക്ക് കേറി ഇതാ ഇപ്പൊ മോളിലേക്ക് എത്തും. മോള് തട്ട വീഴുന്നു, എന്നെ പിടിക്കേ. കലക്കി. അങ്കിൾ, നിങ്ങൾക്ക് തലക്കെട്ട് കിട്ടുകയോ? ഇപ്പൊ എല്ലാം അവസാനിച്ചല്ലോ.
ഇതാണ് പോലീസുകാരുടെ അറ്റ കൈ എന്ന് പറയാ. അറിയോ? ഇനി നീയും നിനക്കുള്ള കാര്യങ്ങളൊക്കെ നല്ല ആലോചിച്ച് ഒരുക്കിക്കോ. സോറി, ഞങ്ങൾക്ക് തെറ്റുപറ്റി. കൊക്കലക്കോ. തെറ്റ് പറ്റിപ്പോയി ക്ഷമിച്ചാലും ഇല്ലല്ല ഇത് അത്ര ശരിയായില്ല. ഇതിനേക്കാളും നല്ലത് അതായിരുന്നു. ഞാൻ ചെരുപ്പുമല്ല ഷൂസുമല്ല. അതിലെന്റെ പേര് സർജുത എന്നാ. അതായത് പിന്നെ ഇതും അത്ര ശരിയല്ല. നമുക്ക് ജയിലിൽ പോവാം. ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചോളാം. എനിക്ക് തലക്കെട്ട് വേണം. ഓഹോ.